എൻ്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരെ, ആർക്കോ വേണ്ടി നമ്മൾ ഉറക്കൊഴിക്കലോ പറയാറില്ലേ മലയാളത്തിൽ, ആർക്കോ വേണ്ടി തിളക്കുന്ന സാമ്പാർ, ആർക്കോ വേണ്ടി ഉറക്കൊഴിക്കല നമ്മൾ. ഏതെങ്കിലും ആളുകൾ വന്ന് നമ്മുടെ സമയം കവരാനും നമ്മൾ ആത്മീകമായി ചൂഷണം ചെയ്യാനും ശ്രമിക്കുമ്പോൾ അതിൻ്റെ പിറകെ കൂടലാണോ? ഞാൻ നേരത്തെ പറഞ്ഞ 2 ചങ്ങാതിമാർ മലപ്പുറത്ത് ഒരു കടയുടെ ഉദ്ഘാടനത്തിന് വന്നു. റോഡ് ബ്ലോക്കായി. എന്ത് കാണാൻ? വലിയൊരു ഉസ്താദിന്റെ, വലിയൊരു സയ്യിദ് അവറുകളുടെ പ്രാർത്ഥനയിൽ ആമീൻ പറയാനാണോ ആള് വന്നേ? അല്ലല്ല, ഈ പോഴത്തക്കാരെ കാണാൻ, ഈ കുഞ്ഞാപ്പുകളെ കാണാൻ. എന്നിട്ട് ചെറിയ മക്കളൊക്കെ തോളിലേറ്റി പൊക്കി പിടിച്ച് കാണിച്ചു കൊടുക്കുക. കണ്ടോ കണ്ടോ എന്ന് വാപ്പ വളരെ ആർദ്രതയോടുകൂടെ ചോദിക്കുക. അപ്പൊ കുട്ടി കുറച്ചു നേരം കൂടി കാണട്ടെ എന്ന് പറയാ. അജറുല്ലസ് ഒന്ന് നോക്കിക്കല്ലേ, പുണ്യം കിട്ടും. സ്വന്തം അമ്മാന്റെ മുഖത്ത് നോക്കിയാൽ പുണ്യം കിട്ടും. സ്വന്തം പിതാവിൻ്റെ മുഖത്ത് നോക്കി വെറുതെ ഇരുന്നാൽ മതി, ഒന്നും ചെയ്യണ്ട, കൂലി കിട്ടും. അതിന് സൗകര്യമുണ്ടോ മക്കൾക്ക്? ഇല്ല. കുഞ്ഞാപ്പൂനെ കാണാൻ പോവാണ്. എന്നിട്ട് ദേശീയ ഗാനം പാടുക. അവരുടെ കൊമ്പങ്കാട് തറവാട്ടിലെ ദേശീയ ഗാനം. എന്തായാലും വരി കോയാക്കാൻ്റെ സൈന. ആരാ സൈന? ആരാ സൈന? ഞാൻ ആവർത്തിച്ച് പറയുന്നു, വ്യക്തിപരമായി നമുക്ക് ആരോടൊരു വിദ്വേഷമില്ല. എനിക്ക് മറുപടി പറഞ്ഞാലും വരും വേണ്ട. ഈ പറയുന്ന വ്യക്തികൾ തന്നെയും മറുപടിയുമായി ഇറങ്ങണ്ട. എനിക്കിതിൽ പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. ഇത് കാണിച്ചു കൊടുക്കാൻ വേണ്ടി റോഡ് ബ്ലോക്കാക്കി വയസ്സായ ആളുകൾ കുട്ടികളെ പൊക്കി നിർത്തുക എന്ന് പറഞ്ഞാൽ, ഈ കുട്ടി ആരെയാണ് അനുകരിക്കേണ്ടത്? വാപ്പാനെ കോയെ കോയെ എന്ന് വിളിക്കുന്ന ചങ്ങാതിനെയാണോ അനുകരിക്കേണ്ടത്? അതോ വാപ്പാന്റെ കള്ളപ്പുതിയണ്ണിന് ജന്മദിനത്തിന് കേക്ക് വാങ്ങിക്കൊടുക്കാൻ സെലക്ട് ചെയ്യാൻ വാപ്പാന്റെ ഒപ്പം പോണ മോനെയാണോ? എന്തൊരു സൗഹൃദമല്ലേ മക്കളും വാപ്പിയും തമ്മിൽ! എന്തൊരു സൗഹൃദം! നമ്മൾ മുഅ്മിനീങ്ങളൊന്നും ആലോചിക്കണ്ടേ? എന്തിനാ നമ്മൾ ജീവിക്കണേ? ഇതിനാണോ? എനിക്ക് ഇത്തരം വിവരങ്ങളൊക്കെ തരുന്ന 2-3 കോഴിക്കോട്ടുള്ള ചെറുപ്പക്കാരുണ്ട്. ഈയിടെ വയസ്സായ ഒരു വൃദ്ധയായ ഒരു സ്ത്രീയുടെ തലയിൽ ചുവന്ന തട്ടൊക്കെ ഇട്ട് ഒരു താത്താൻ്റെ ഒരു ക്ലിപ്പ് ഇടുന്ന് കാണിച്ചു തന്നു. ഇതൊന്ന് കേട്ടോക്കിന്ന് പറഞ്ഞിട്ട് ഞാൻ കേട്ട് നോക്കുമ്പോൾ വെറും ബക്കട്. അതിലൊരു തിയോളജി ഇല്ല, ഒരു ഫിലോസഫി ഇല്ല, ഒരു മസ്അലയില്ല, ഒരു ചരിത്രമില്ല. ചിരിക്കാനെങ്കിലും പറ്റുന്ന എന്തെങ്കിലും ഉണ്ടോ? ചിരി അത്ര വലിയ സംഗതിയൊന്നും അല്ല കേട്ടോ, ഞാൻ നേരത്തെ പറഞ്ഞിട്ട്. അതെങ്കിലും ഉണ്ടോ? ഇല്ല, ഒന്നുമില്ല. ഞാൻ ചോദിച്ചു, എന്ത് കാര്യത്തിനാണ് അത് കണ്ടുകൊണ്ടിരിക്കുന്നത്? അവരെന്താ വീഡിയോയിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? അവർക്ക് കല്യാണം കഴിക്കണമല്ലോ, അത് ഡോക്ടറായാൽ കൊള്ളാമെന്ന്. അത് കലക്ടറായാലും തിരക്കടില്ല. അറബികൾ പറ്റും, പക്ഷെ വിശ്വാസം ഇല്ല. ഞാൻ ചോദിച്ചത് കണ്ടിട്ട് എന്ത് കാര്യാടാ കിട്ടണത്? ആ സമയത്ത് ആ ചെറുപ്പക്കാരൻ എന്നോട് പറഞ്ഞ എന്താണെന്നറിയാം? ഒന്ന് നോക്കി എത്ര ആൾ കണ്ടു എന്നുള്ളത്. ഇത്താത്തത് 1 മണിക്കൂറായിട്ടില്ല യൂട്യൂബ് കയറ്റിയിട്ട്, അപ്പോഴേക്ക് 17,000 ചില്ലാനം ആളുകൾ കണ്ടു കഴിഞ്ഞു. 17,000 ചില്ലാനം ആളുകൾ 10 മിനിറ്റ് വീതം ചെലവാക്കിയാൽ ഈ സമൂഹത്തിന്റെ എത്ര മണിക്കൂർ, എത്ര വർഷം ചെലവായി എന്നൊന്ന് ആലോചിച്ച് നോക്കൂ. ആവർത്തിച്ച് പറയുന്നു, അവരോട് എനിക്ക് പ്രത്യേകിച്ച് മമതല്ല, പ്രത്യേകിച്ച് വിദ്വേഷമല്ല. അവരാരാന്ന് പോലും എനിക്കറിയില്ല, പേര് പോലും അറിയില്ല. ഇതിനാ നമ്മൾ ജീവിക്കേണ്ടത്? ഇതിനാണോ ഷഅബാനും റമദാനും റജബും ഒക്കെ റബ്ബ് ഓഫറായിട്ട് നമ്മുടെ മുമ്പ് തരണത്? കുതിര കളിച്ചുകൊണ്ടിരിക്കുക. നട്ടപ്പാതിരക്ക് മെസ്സേജ് വരിക, എന്നിട്ട് അവള് മോള് കയറി വാതിൽ തുറന്നു കൊടുക്കുക. ചിലവര് താഴെ തന്നെ വാതിൽ തുറന്നു കൊടുക്കുക. ഉമ്മയുടെയും വാപ്പയുടെയും കുഞ്ഞുമക്കളുടെയും സുരക്ഷിതത്വത്തെ കുറിച്ചൊന്നും ഒരു ആശങ്കയില്ലാതെ വാതിൽ തുറങ്ങി ഇറങ്ങിപ്പോകുക, ബൈക്ക് കാത്തിരിക്കണവനോടൊപ്പം. എങ്ങനെ വിവരം കിട്ടണത്? വഹി ഇറങ്ങുന്നുണ്ടോ? ഇല്ല. ഞാൻ വന്നു കേട്ടോ എന്ന് മെസ്സേജ് വിടുന്നു, വിളിക്കുന്നു, ഇറങ്ങടി എന്ന് പറയുന്നു. നമ്മുടെ മക്കളൊക്കെ നമുക്കാവണമെങ്കിൽ, നമുക്ക് സമാധി വെക്കാതിരിക്കണമെങ്കിൽ, നമ്മുടെ മക്കൾ താമരശ്ശേരിക്കാരൻ ആഷിക്കാവാതിരിക്കണമെങ്കിൽ, ക്യാൻസർ പിടിച്ചിട്ട്, ബ്രെയിൻ ട്യൂമർ പിടിച്ചിട്ട്, സർജറി കഴിഞ്ഞിട്ട് നേരാമണ്ണൊന്ന് എഴുന്നേൽക്കാൻ പോലും കഴിയാതെ, ഒരു ഗ്ലാസ് ചായ ഉണ്ടാക്കി കുടിക്കാൻ പറ്റാത്തത് കൊണ്ട് അനുജത്തിന്റെ വീട്ടിൽ കിടക്കുകയാണ് ഈ ആഷിക്കിന്റെ ഉമ്മ. അയല വീട്ടിൽ പോയിട്ട് മൂപ്പരാള് വലിയ കത്തി വേണം തേങ്ങ പൊളിക്കാനാന്ന് പറയുന്നുണ്ട്. വലിയ കത്തി കൊടുന്നിട്ട് അനങ്ങാൻ പോലും പറ്റാത്ത ഉമ്മനെ അറുത്തിട്ട് കോഴിനറുത്ത കത്തി കഴുകണത് പോലെ പുറത്ത് ടാപ്പ് കൊണ്ടുപോയി ഈ ക്രൂരനായ മകൻ കത്തി കഴുകുന്നുണ്ട്. പോലീസിനോട് പറഞ്ഞെന്താന്നറിയാം? എനിക്ക് ജന്മം തന്നതിന്റെ പണിഷ്മെന്റ് ആണിത്. ഓനക്ക് ജന്മം നൽകിയതിന്റെ 50 ഡല്ലിലേറെ വേദന സഹിക്കുന്നുണ്ട് ഒരു സ്ത്രീ കുഞ്ഞിനെ പ്രസവിക്കാൻ.
ലോകത്തെ ഏറ്റവും വലിയ കുട്ടിയെ പ്രസവിക്കുന്നത് മനുഷ്യ പെണ്ണാണ്. ശരീരത്തിനോട് ആവേശികമായി നോക്കുമ്പോൾ ഏറ്റവും വലിയ കുട്ടിയെ പ്രസവിക്കുന്നത് മനുഷ്യവർഗമാണ്. 250-300 കിലോ ഉണ്ടാവും കങ്കാരു. അതിന് കുട്ടി ജനിക്കുമ്പോൾ 3 ഗ്രാമാണ് പ്രായമെന്ന് വിശ്വസിച്ചേ പറ്റൂ. ഒരു സ്പൂണ് കൊള്ളും. 250 കിലോയിലേറെ വർദ്ധിക്കുന്ന കങ്കാരുവിന്റെ കുട്ടി 3 ഗ്രാമായിരിക്കും. ഒരു സ്പൂണിൽ കൊള്ളും ആ കുട്ടിയെ. 47 കിലോയുള്ള +2 കെട്ടിച്ച പെൺകുട്ടി പ്രസവിക്കുമ്പോ കുട്ടിക്ക് 3.5 കിലോ ഉണ്ടാകും. 50 ഡൽ വേദന സഹിക്കണം. സാധാരണഗതിയിൽ 45 ഡൽ വേദന സഹിച്ചാൽ ആരോഗ്യമുള്ള ആണ് പോലും ബോധം കെടും. പക്ഷെ പെണ്ണ് ബോധം കെടൂല, ഉമ്മ ബോധം കെടൂല. ബോധം കെട്ട് കടന്നാൽ പറ്റില്ലെന്ന് അവരുടെ ഉപബോധ മനസ്സ് മന്ത്രിച്ചു കൊണ്ടിരിക്കും. എൻ്റെ ഉദരത്തിൽ നിന്ന് എൻ്റെ പ്രതീക്ഷയുടെ അരുണകിരണം ഒരിക്കാനിരിക്കുന്നു. അങ്ങനെ ബോധം കെട്ട് കടന്നാൽ പറ്റൂല. ആ കുട്ടിയെ നൈസെടുത്തിട്ട് ഉമ്മയുടെ മാറോട് ചേർത്തിട്ട് മുത്തം കൊടുക്കുന്നൊരു രംഗമുണ്ട്. എത്ര സാഹിത്യ വൈഭവമുണ്ടായാലും ശ്രീകണ്ഠേശ്വരം പിള്ളയുടെ വലിയ നിഘണ്ടു ശബ്ദധാരാവലി കാണാതെ പഠിച്ചാലും അത് വർണ്ണിക്കാനുള്ള വാക്ക് ലഭ്യമല്ല. ലോക ചരിത്രത്തിന്റെ അനർഘമായ നിമിഷം. അതോടെ വേദന മറക്കണ ഉമ്മ 50 ഡൽ വേദന സഹിച്ചു പ്രസവിച്ച, പിന്നെ വളരെയേറെ കഷ്ടപ്പെട്ട് വളർത്തിയുണ്ടാക്കിയതിൻ്റെ ഫലം എന്നെ ജന്മം നൽകിയതിൻ്റെ ശിക്ഷ കൊടുത്തതാണ് എന്നാണ് വലിയ കത്തിയെടുത്തിട്ട് ഉമ്മനറുത്ത് കത്തി കഴുകി അടുത്ത വീട്ടിൽ തന്നെ കൊണ്ടുപോയി കൊടുത്ത ആ മകൻ ആഷിക്ക് പറഞ്ഞത്. അങ്ങനത്തെ മക്കൾ വേണോ നമുക്ക്? നമ്മുടെ വീട്ടിലും നമ്മുടെ നാട്ടിലൊക്കെ അങ്ങനത്തെ മക്കൾ രൂപപ്പെട്ടുകൊണ്ടിരിക്കണോ? ഒരു കൂട്ടുകാരൻ കുട്ടിയോട് നിന്റെ സയൻസ് ലാബിൽ നിന്ന് ക്ലോറോഫോം കട്ടെടുത്തു കൊണ്ടുവരണം എന്ന് പറഞ്ഞിട്ട് കുപ്പി കൊടുത്തേക്കാണ്. കൊടുവള്ളിക്കാരൻ അബ്ദുൽ കരീമിന്റെ മക്കൾ. അവര് കൊണ്ടുവന്ന രാസപദാർത്ഥം തൂവാലയിൽ മുക്കി ഉപ്പയുടെ മുഖത്ത് അമർത്തി പിടിച്ച് മൂത്ത മകൻ വാപ്പാനെ കൊല്ലുമ്പോ കാലിട്ടടിക്കുമ്പോ അയാളുടെ കാലിൽ കയറിയിരുന്ന് പിടിച്ചമർത്തി കൊടുത്തു രണ്ടാമത്തെ മകൻ. അങ്ങനത്തെ മക്കളാണോ നമുക്ക് വേണ്ടത്? എല്ലാ തോന്നിയാസത്തിനും സപ്പോർട്ട് ചെയ്യുമ്പോഴാണോ നമ്മൾ സ്നേഹമുള്ള ഉമ്മാവുക? പുതിയ കാലല്ലേ, അങ്ങനെയൊക്കെ അല്ലേ എന്ന് വിചാരിക്കലാണോ നമ്മുടെയൊക്കെ ദൗത്യം? ഫോണിൽ നെറ്റും കയറ്റി കൊടുത്തിട്ട് മോൾക്ക് കയറ്റി വിടലാണോ മക്കളെ നമ്മൾ? നെറ്റുള്ള ഫോണുമായി റൂമിൽ പോലും കയറാൻ അനുവദിച്ചുകൂടാ. പഠനാവശ്യാർത്ഥം നെറ്റ് ഉപയോഗിക്കണമെങ്കിൽ നമ്മുടെ ഡൈനിങ് ഹാളിലുള്ള കമ്പ്യൂട്ടറിലോ സിറ്റൗട്ടിലുള്ള കമ്പ്യൂട്ടറിലോ അത് കണക്ട് ചെയ്ത് കൊടുക്കുക. അവർ പ്രിന്റ് എടുക്കട്ടെ, അവർ പഠിക്കട്ടെ, അവർ റിസർച്ച് ചെയ്യട്ടെ, സയൻസിന്റെ ഫയലുകൾ അവർ നിർമ്മിച്ചുകൊണ്ടിരിക്കട്ടെ. അകത്തട കയറിയിട്ട് കുറ്റിയിട്ടിട്ട് നെറ്റ് കളിക്കണോ? മക്കള് പുടുത്തം വിടുന്നത് അറിയാതെ പോകും നമ്മൾ. ക്ലോറോഫോം സംഘടിപ്പിച്ചിട്ട് മുഖത്തമർത്തി വെച്ച് കൊന്നുകളയണ മക്കളാവാതിരിക്കണമെങ്കിൽ ഇത്തിരി ശ്രദ്ധിച്ചേ പറ്റുള്ളൂ. നമ്മൾ തോന്നിയ സംഘട്ടുക. ഏത് സിനിമക്കും നമ്മുടെ കുട്ടികളെ പറഞ്ഞയക്കുക. പുതിയ സിനിമയിൽ നിന്ന് നേരെ പ്രചോദനം ഉൾക്കൊണ്ടാണ് ഈ മാസം 1-ാം തീയതി ഹാപ്പി ന്യൂ ഇയറിന് 14ഉം 16ഉം വയസ്സുള്ള 2 കുട്ടികൾ ഇരുട്ടുള്ള പൊന്തയിലേക്ക് 2 പെൺകുട്ടികളുടെ കയ്യും പിടിച്ച് പോണത് കണ്ടപ്പോ, അട്ടപ്പാതിരയ്ക്ക് ഇരുട്ടുള്ള പൊന്തയിലേക്ക് 2 കുട്ടികളുടെ കയ്യും പിടിച്ച് 14കാരനും 16കാരനും പോണത് കണ്ടപ്പോ സഹികെട്ട് 25 വയസ്സുള്ള ഒരു ചെറുപ്പക്കാരൻ ചോദിച്ചു, എങ്ങട്ടാ വിറ്റങ്ങളെ കൊണ്ടുപോണത്? മറുപടി പറഞ്ഞത് കത്തി കൊണ്ടായിരുന്നു. 17 കുത്താണ് ആ ചെറുപ്പക്കാരന്റെ നെഞ്ചത്ത് 14കാരനും 16കാരനും ചെയ്ത് നിർവഹിച്ചത്. പടഞ്ഞു മരിച്ചു ആ ചങ്ങാതി അവിടെ വെച്ച്. അത് ചെയ്തതോ തെറ്റെന്താണ്? എങ്ങട്ടായി 2 പെൺകുട്ടികളെയും കുറിച്ച് ഇരുട്ടത്ത് പൊന്തേക്ക് പോണെന്ന് ചോദിച്ചു. ആ റിപ്പോർട്ട് പത്രങ്ങളിൽ വായിച്ചപ്പോൾ നിങ്ങളൊക്കെ ശ്രദ്ധിച്ചോ എന്നറിയില്ല. നിലവിലുള്ള അന്ന് ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു സിനിമയിൽ അങ്ങനെ സംഗതി പറയണുണ്ടോലോ, നമുക്കറിയില്ല. കുട്ടികൾ പാട്ട് കേടാണ്, മനസ്സിനെ സ്വാധീനിച്ചുകൊണ്ടിരിക്കുകയാണ്. കട്ടച്ചോര ജ്യൂസ് അടിച്ച് സോഡാ സർബത്ത്. ഇപ്പൊ കുട്ടികളുടെ ട്രെൻഡായൊരു പാട്ടിലൊരു വരിയാണിത്. എന്തൊക്കെ സംഗതി ഉണ്ട് ജ്യൂസ് അടിക്കാൻ? പണ്ടത്തെ മാതിരിയല്ല, ലഡുവും ജിലേബിയും വരെ അച്ചാറിടണ കാലം. ജ്യൂസ് അടിക്കാൻ പ്രത്യേകിച്ച് മസാലൊന്നുമില്ല, എന്തും അടിക്കാം. പാലും പഞ്ചസാരയുടെ ചേർത്ത ജ്യൂസായി. കുട്ടികൾക്ക് അതൊന്നും പോരാ, കട്ടച്ചോര ജ്യൂസ് അടിച്ച് സോഡാ സർബത്ത്. കുട്ടികൾ പാടാണ്. അരിശ്ശിറി കുടിക്കാൻ വേണ്ടിയിട്ട് കത്തി കൊണ്ടുവരാൻ ആ പാട്ട് പറയണ്.
വിരലുകൊണ്ട് അരിയിൽ ഇങ്ങനെ നെയ്തിന് അരിശ്രീ കുറിക്കാൻ പേനക്കത്തി കൊണ്ടുവരണം. കൂട്ടുകാരൻ്റെ പള്ളക്ക് അരിശ്രീ കുറിക്കണം. അരിശ്രീ കുത്ത് എന്നാണ് പാട്ട്. സിനിമക്കാരുപയോഗിച്ച വൃത്തികെട്ടൊരു സംഗീതമാണ്, ഒരു പാട്ടാണ്. ഈ വിശുദ്ധമായ മാതൃത്വ ബദരിയ നടക്കുന്ന വേദിയിൽ അത് ആലപിച്ചിട്ട് ഞാൻ ഇതിന്റെ മഹത്വം കളയണില്ലേ. പക്ഷെ നമ്മൾ അറിയാനത് പറഞ്ഞേ പറ്റുള്ളൂ. അയച്ചു വിടണോ കുട്ടികളെ? എന്ത് കളിയും കളിച്ചോട്ടെ എന്ന് പറയണോ? നെറ്റ് കഴിയുമ്പോൾ നിറച്ചു കൊടുക്കണോ? നമുക്കൊരു ലക്ഷ്യമുണ്ട്, ഞാൻ അവസാനിപ്പിക്കാൻ പോകുന്നതാണ്.